take your pencil, please. Listen, ഇനി ആരും സംസാരിക്കാൻ പാടില്ല. ടീച്ചർ ആൻസേഴ്സ് പറയും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പേജ് നമ്പർ 34 ടെസ്റ്റ് യുവർ സെൽഫ് ഹു ആം ഐ സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആൻസേഴ്സ് എഴുതിയായിരുന്നു അല്ലേ? ഐ ഹാവ് എ ടെയിൽ ബട്ട് ഐ ആം നോട്ട് ആൻ അനിമൽ. മൗസ് എഴുതിയതല്ലേ? യെസ്. സെക്കൻഡ് വൺ, ഐ ഹാവ് മെനി കീസ്. ആൻസർ ഈസ് കീബോർഡ്. എഴുതിയതാണ് അല്ലേ? ഓക്കെ. തേർഡ് വൺ, I work like a photocopy machine. Answer is a scanner. എഴുതിയതാണ് അല്ലേ? Next, fourth one, I am used to record voice, music and sounds. Answer is microphone. എഴുതിയതല്ലേ മൊത്തേ? Okay. Next, fifth one, I look like a television screen. Answer is a monitor. Next, sixth one, I am used to take a print out. Printer. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തത്. ഫാത്തിമ മെഹറിന്റെ കൂട്ടത്തിലുള്ള ആളാരാണ്? ആയിഷ. ഓക്കെ. മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഇനി ഓക്കെ. നെക്സ്റ്റ് ബി വി ഡിഡ് നോട്ട് ഡു. ഐ തിങ്ക് നമ്മൾ ചെയ്തില്ലായിരുന്നു അല്ലേ? ചെയ്തായിരുന്നോ ബി? ചെയ്തില്ല. ഓക്കെ. ടേക്ക് യുവർ പെൻസിൽ ഓൾ ഓഫ് യു. മാച്ച് ദീസ് കീസ് വിത്ത് വാട്ട് ദേ ഡു. ഫസ്റ്റ് വണ്ണില് ഒരു എക്സ്ക്ലമേറ്ററി സൈൻ ആൻഡ് വൺ ഈസ് ദെയർ. സെക്കൻഡ് ഷിഹാസ്. ഞാൻ പറയുന്നതിന് മുന്നേ മുത്ത എഴുതരുത്. ടീച്ചർ പറഞ്ഞു തരും. അതിന് ശേഷം എഴുതാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് വൺ എൻറ്റർ കീ. And third one is escape key. Fourth one is a big one key. Which one is that? A space key. Next, last, fifth one is caps lock. And this side answers have been given. Let us you to go get out of what you are doing. And next, B is let's you give space between letters, words and sentences. And C is it is pressed to type the number 1. And D is lets you type in capital letters only. And E is lets you move the cursor to the next line. So can you answer now? Answer പറയാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? Okay, Miss will answer now. First one's answer is C. മൂന്നാമത്തേതാണ് അതിന്റെ ആൻസർ. It is pressed to type a number. So draw a line from first to C. ഒന്നിൽ നിന്നും സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, മാച്ച് ചെയ്യുക. ഇഫ് പേരൻസ് ആർ സിറ്റിംഗ് നിയർ യു ആസ്ക് ദെയർ ഹെൽപ്പ്. പേരൻസ് അടുത്തിരിപ്പുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ചോദിക്കുക വരയ്ക്കാൻ സഹായിക്കാൻ. ഫസ്റ്റ് വൺ ഈസ് സി. ജുവൽ മരിയ, ഡിഡ് യു ഡ്രോ മൈ ഡിയർ? വരച്ചോ? മുത്ത ഇരിക്കുന്നോട്ട് നിന്ന് ലേശം മാറാവ. കുഞ്ഞിന്റെ മുഖത്തോട്ട് തന്നെയാ ലൈറ്റ് അടിക്കുന്നതായിട്ട് കാണുന്നത്. ജനലിന്റെ അടുത്ത് ലൈറ്റ് അങ്ങനെയല്ല, ഫോൺ ഒന്ന് ഇച്ചിരി മാറ്റി വെക്കണം. നല്ലത്. അതെന്താ വെച്ചാല് സൺലൈറ്റ് ഡയറക്ട്ലി ABC. മൂന്നാമത്തെ ആൻസർ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ സി. മൂന്നാമത്തേതാണ് സി. ഇറ്റ് ഈസ് പ്രസ് ടു ടൈപ്പ് ദ നമ്പർ 1. വരച്ചോ? ഓക്കെ. സെക്കൻഡ് വണ് എൻറ്റർ കീ ആണ്. എൻറ്റർ കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലാസ്റ്റ് ആൻസർ. ലെറ്റ്സ് യു മൂവ് ദ കർസർ ടു ദ നെക്സ്റ്റ് ലൈൻ. എൻറ്റർ കീ താഴത്തെ ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ്. ഷക്സാദ് വരച്ചോ? സെക്കൻഡ് വൺ ടു ലാസ്റ്റ്. ഈ അവസാനത്തെ ഇതിലേക്ക് വരയ്ക്കാം. ഓക്കെ. വരച്ചു കഴിഞ്ഞോ? വരച്ച മറ്റേ ഷിഹാസെ? Good. Next, third one is escape. Escape. Answer is yes. Yes. First one എന്താ മിസ്? ഇതാരെ ഇപ്പൊ ചോദിക്കുന്നയാള്? മെഹറിന്. മെഹറിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂടെ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ.
ആ കൂടുതലുള്ള ആൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആളല്ലെങ്കിൽ മാറ്റിയിരുത്തിക്കേ, എന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കും മുത്തേ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ സി, മൂന്നാമത്തതാണ് കേട്ടോ. അതിലേക്ക് വേഗം വരയ്ക്കുക, ഇനി സമയമില്ല വേസ്റ്റ് ചെയ്യാന്. ആകെ കിട്ടുന്ന 40 മിനിറ്റ് നിങ്ങൾ തിത്തോൻ തരികട വെച്ച് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? എല്ലാവരും ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് വൺ വരച്ചു കഴിഞ്ഞോ? തേർഡിലേക്ക്? Yes. Yes. Second one is the answer, last one ആണ്. Let's you move the cursor to the next line. Second one is the answer, last one. വേഗം വരയ്ക്കുക. ക്ലാസിന്റെ സമയത്ത് എല്ലാരെയും കളിക്കാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് വരച്ചേ? Okay. Third one's answer is A. Let's you to go out. Sorry, get out of what you are doing. Next, fourth one is space ആണ്. അപ്പം B രണ്ടാമത്തതാണ് ആൻസർ. Fourth one ന്റെ ആൻസർ second one ആണ് B. Let you give space between letters, words and sentences. ഇനി ലാസ്റ്റ് വണ്ണിന്റെ ഏതാണ്? Let D is the answer. Let you type in capital letters only. Okay, completed. Let's you type in capital letters only. അത് ഫിഫ്ത് വണ്ണിന്റെ ആൻസർ, അഞ്ചാമത്തെ ആൻസർ. Okay. Next. See, next page. Take next page. Page number 35. Draw lines to match these pictures with their names. It is very easy, I think. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? First one is mouse, second one is microphone, third one is headphone, and fourth one is joystick. So draw a line from 1 to D. Last, sorry, 1 to C, mouse. മെഹറിന് എന്താ പറ്റിയേ? ഫാത്തിമ മെഹറിന് നെറ്റ് കിട്ടുന്നില്ലേ? പറമുത്തേ മൊത്തേ കൈ പൊതിയെത്തിയത്. മോൾക്ക് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ പ്ലീസ് ഗെറ്റ് ഫ്രം ദേർ, ചേഞ്ച് യുവർ സീറ്റ്. നെറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് മാറിയിരിക്കുക. നെറ്റ് കിട്ടുന്നില്ല എങ്കിൽ എഴുന്നേക്ക് അവിടുന്ന്. റൂമിന്റെ ഉള്ളിലാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നെറ്റ് കിട്ടുന്നോടത്തൊന്നും ഇരിക്കും കുഞ്ഞ്. ആ ബുക്കും എടുത്ത് ഫോണും എടുത്ത് തിണ്ണയിലോ അതിന്റെ സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും വന്നിരിക്കുക, റേഞ്ച് കിട്ടുന്നിടത്തോ. ക്രിസ്റ്റി ലിബിന് എന്തിനാ മുത്ത കൈ പൊക്കിയേ? കേൾക്കുന്നില്ല ക്രിസ്റ്റി ലിബിന്? മോനെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. അൺമ്യൂട്ട് ചെയ്യ. പറഞ്ഞു മുത്തേ. മോനെ കേൾക്കുന്നില്ലായിരുന്നോ? See, all of you listen. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് കുറച്ചുകൂടെ അപ്പുറത്തെ റൂമിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ വന്നിരിക്കണം കേട്ടോ. ഫാത്തിമ മെഹറിൻ പ്ലീസ് മ്യൂട്ട്. മോനെ ഏതാ കിട്ടാത്തെ? എയാ? എ ഓർ ബി? കഴിഞ്ഞ ദിവസം അല്ലേ? ഓക്കെ മോനെ, അത് വൈകുന്നേരം വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ബി എഴുതില്ലേ? ഇനി സിയിലേക്ക് വാ. ടേക്ക് സി, പേജ് നമ്പർ 35. First one is mouse. So spelling of mouse is M-O-U-S-E. So draw a line from 1 to C. Third one, C. Mouse ലേക്ക് വരയ്ക്കുക. I hope you might have completed. And second one is microphone. Second one is the last one is the answer D.
Microphone. 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 Draw a line from second to last one. D. Farha Fatima, did you draw? Yes, good girl. Next, third one. Minhaj and the team Minhaj. Sound varunu. Minhaj stuck at Rikinu. Range le. Under. And the pinna phone thoda badile. Okay. Next one is headphone. Anna. Third one to B. Headphone. HEADPHONES. Headphones. Next, last one is joystick. ഏറ്റവും ടോപ്പിലുള്ളത് ഫസ്റ്റ് എയിലേക്ക് ജോയ്സ്റ്റിക്ക്. ഓക്കെ, കംപ്ലീറ്റഡ് നോ? കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ഇൻപുട്ട് ഡിവൈസസ്? ദ ഡിവൈസസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പുട്ട് ദ ഡാറ്റാസ് ഇൻടു ദ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഇൻപുട്ട് ഡിവൈസസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, പിന്നെന്താ, keyboard, mouse, joystick and all. Okay. Next, what is the difference between left click and right click? Left click and right click തമ്മിലുള്ള difference എന്താണെന്ന് നമ്മൾ അന്ന് വായിച്ചല്ലായിരുന്നോ? What is left click and what is right click? ഓർക്കുന്നുണ്ടോ? ക്ലാസ്സിൽ എല്ലാവരും വായിച്ചല്ലായിരുന്നോ? Okay. What is the difference between right click and left click? If we press on the left button of the mouse, it is called left click, and it is used to select an icon or place or pointer. But the right click means if we click on the right button of the mouse, and it opens shortcut menus, cut, copy and all. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അതെല്ലാം ടീച്ചർ നോട്ട് അയച്ചു തരും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ബുക്കിലേക്ക് എഴുതണ്ട, ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരുവേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് എ കീബോർഡ് യൂസ്ഡ് ഫോർ? കീബോർഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആർക്കറിയാവുന്ന കീബോർഡ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്? ഷക്സാദ് ആൻസർ ഷക്സാദ് ആൻസർ ചെയ്യുക. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. ഒന്ന് ആൻസർ ചെയ്തേ മുത്തേ. ഷക്സാദ് അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ. For what are we using keyboard? കീബോർഡ് എന്തിനാ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ? പുസ്തകത്തിലൊന്നും നോക്കണ്ട, ഉത്തരം പറഞ്ഞാൽ മതി. പുസ്തകത്തിലൊന്നും ഇല്ല. കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഇല്ലേ, എന്തേ ഈ സാധനം? ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? For what are we using computer keyboard? എന്ത് നോക്കാനാ? to type. Very good. എന്തിനു ഉപയോഗിക്കുന്നത്? ടൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. Okay. So keyboard is used to type. Next, what are output devices? Give example. എന്താണ് output devices? The devices that are used to get the data from the computer is known as output devices. For example, monitor, then printer. All are these output devices. Okay. Amana, what is problem? Why did you raise your hand? Okay, very good. Okay. So this lesson's answer I will send you by evening or tomorrow. ഇന്ന് വിടാൻ സാധ്യതയില്ല, ടീച്ചറിന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം ടീച്ചർ സന്ധ്യയാകും പിടിച്ചിലും. പിന്നെ നാളെ അയച്ചു തരാം അങ്ങോട്ട് നോട്ട്സ്. എല്ലാവരും നോട്ടിലേക്ക് എഴുതിയിട്ട് ടീച്ചറിന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരണം. നമ്മുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിലോ പേഴ്സണൽ ആയിട്ടോ എങ്ങനെയാണെങ്കിലും ഇട്ട് തരണം. ഓക്കെ. ഇവിടെ ആരാ ഈ ബിനോയ് ട്രൂളായിട്ട് ചാക്കോ എന്ന് പറഞ്ഞ് കയറിയ ആള്? ബിനോയ് എന്ന് പറഞ്ഞ് കയറിയ ആളാരാണ്? അറ്റൻഡൻസ് ഇടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആരാണ്? ബിനോയ് ചാക്കോ. അതാരാണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പേര് പറയാവോ? ഈ കുഞ്ഞു തന്നെ. ആരാ? ബിന്യ കുട്ടിയാണോ? ബിന്യയുടെ മുഖം ഒന്ന് കാണത്തില്ല, ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി, ബിന്യ തന്നെ. ഓക്കെ, മുഖം കണ്ടില്ല മോളെ, പേര് അങ്ങനെ ആയതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. ശരി, ഓക്കെ, കുഴപ്പമില്ല. ആളാരാണെന്ന് മുഖം ക്ലിയർ ആയിട്ട് അവിടെ ആ മുഖത്തിന്റെ എവിടെയായിരുന്നു പേര് എഴുതി വന്നിരുന്നത്, അതുകൊണ്ട് മിസ് കാണാഞ്ഞിട്ടാണേ.
ശരി. സോ നമ്മൾ ഇനിയിപ്പം നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം. ലെസൺ നമ്പർ 5. വീക്കിലി 1 പീരീഡ് ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് അല്ലെ? ആഴ്ചയിൽ ഒരു പീരീഡ് അല്ലേ കിട്ടുന്നുള്ളൂ. നമുക്ക് കുറച്ച് സ്പീഡിൽ എടുക്കേണ്ടി വരും. സോ ടേക്ക് ലെസൺ നമ്പർ 5, സ്റ്റാർട്ടിംഗ് അപ്പ് ആൻഡ് ഷട്ടിംഗ് ഡൗൺ കമ്പ്യൂട്ടർ. And please raise the hand those who have computers at home. Please raise your hand those who have computers at home. Anika is having, Amanna is having. Anybody else is having computer at home? ആരുടെങ്കിലും വീട്ടിൽ വേറെ ആരുടെങ്കിലും വീട്ടിൽ ടെസാമരിയുടെ വീട്ടിലുണ്ട്. പിന്നെ ആരുടെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉള്ളേ? കുര്യൻ ജോസഫിന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? നാഫി, ഡു യു ഹാവ് കമ്പ്യൂട്ടർ ടു ഹോം? ഓക്കെ 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 enough. Very good. See, do you know how to start the computer and how to shut down the computer? Oh, Anika told her Anika is having computer at home. Do you know Anika how to switch on the computer and how to switch off the computer? Anika matte അറിയാവോ? കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നതിനും കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതിനും ഷട്ട് ഡൗൺ ചെയ്യുന്നതിനൊക്കെ അറിയാവോ? ഇല്ല, അത് അമ്മ തന്നെ കൈകാര്യം ചെയ്യും അല്ലേ? ഓക്കെ, ഇവിടെ വേറെ ആയിരുന്നു? വേറെ ടെസ്സയല്ലേ എന്നോട് പറഞ്ഞത് കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വീട്ടില്? ടെസ്സ എവിടെ പോയി? എന്റെ ടെസ്സ കുട്ടി കാണുന്നില്ലല്ലോ. ടെസ്സ മരിയ. Do you have computer at home? Yes. Do you know how to switch on the computer and how to switch off or shut down the computer? ഞാൻ ഹജ്ജ് ഇതെന്തുവാ ഇത്? ജുവൽ മരിയായ ജോമോൻ എന്ത് എഴുതി വിട്ടേക്കുന്നേ? ജുവല് എന്ത്? ജുവൽ എവിടെ പോയി? ജുവൽ എന്തൊക്കെയാ ടൈപ്പ് ചെയ്ത് വിട്ടേക്കുന്നേ? ഓക്കെ, ടെസ്സക്കുട്ടി പറമ്പത്തെ മോൾക്കറിയാമോ കമ്പ്യൂട്ടർ ഓൺ ആക്കാനോ ഷട്ട് ഡൗൺ ചെയ്യാനോ? നോ. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ ക്ലാസ്സിലെ? നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ആർക്കെങ്കിലും കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതിനും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതിനും അറിയാമെങ്കിൽ ഒന്ന് കൈ പൊക്കാവോ? അനീറ്റ ഫിലിപ്പിന് അറിയാമോ? മറ്റേ ജുവലിന് അറിയാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മറ്റേ മോൾക്കറിയാവോ? എങ്ങനെയാ മോളുടെ വീട്ടിലെ കമ്പ്യൂട്ടർ മോൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതും സ്വിച്ച് ഓഫ് ചെയ്യുന്നതൊക്കെ, ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതൊക്കെ? എന്തോ? ഇതിൽ നോക്കല്ല്. ഞാൻ അതല്ല ചോദിച്ചത്, പുസ്തകത്തിൽ നോക്കി പറയണ്ട. മോളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അല്ലേ? ലാപ്ടോപ്പ് എങ്കിൽ ലാപ്ടോപ്പ് എങ്ങനെ ഓൺ ആക്കുന്നത് അത് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ലാപ്ടോപ്പ് എങ്കിൽ അത്. എവിടെ പോയി? എന്റെ കുഞ്ഞിനെ കാണുന്നില്ലോ. പറഞ്ഞു. പവർ ഓൺ ചെയ്യണം. വെരി ഗുഡ്. നെക്സ്റ്റ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്ത് കഴിയും, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഓൺ ആയി വരും അല്ലേ? ഓക്കെ, ശരി ശരി. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാന്ന്. കുര്യൻകുട്ടാ, സിറ്റ് പ്രോപ്പർലി. ആൻഡ് ഷിഹാസിന്റെ കയ്യിലുള്ള പെൻസിൽ ഷിഹാസിനെക്കാളും വലുതായിട്ട് കാണുന്നു. അവിടെ വെച്ചേ. പെൻസിലൊന്നും ആവശ്യമില്ല, താഴെ വെക്കും കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സാധാരണ, ഇപ്പൊ ഞാൻ ലാപ്ടോപ്പിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മള് സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ കാര്യമാണ്. ഇപ്പൊ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലത്തെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്വിച്ച് അതിൽ പ്ലഗിൽ കൊണ്ട് കുത്തണം അല്ലേ? നല്ല കറണ്ട് ഉണ്ടെങ്കിലല്ലേ കമ്പ്യൂട്ടർ വർക്ക് ആകുള്ളൂ. ലാപ്ടോപ്പിൽ വി ക്യാൻ സ്റ്റോർ ചാർജ്, ബട്ട് ഇൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വി കാനോട്ട്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നമുക്ക് അങ്ങനെ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇഫ് യു ഹാവ് യു പി എസ് ഉണ്ടെന്നൊരു കുറച്ച് സമയത്തേന് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചാർജ് ഇട്ടുകൊണ്ടിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഇതിൽ നോക്കിയാൽ അതിന്റെ സ്വിച്ച്, അതിന്റെ പിന്നെടുത്ത് നമ്മള് പ്ലഗിൽ കുത്തണം. പവർ ഓൺ ചെയ്യണം, മെയിൻ പവറിൽ സ്വിച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾക്ക് കമ്പ്യൂട്ടർ സാധാരണ UPS ഉണ്ടാകും. ഈ UPS എന്ന് പറഞ്ഞാൽ എന്താ സാധനം ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് UPS? ആർക്കൊക്കെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നല്ലോ? എന്റെ ജുവലിന് അറിയാം, അല്ല ജുവലിന്റെ വീട്ടിലുണ്ട്, പിന്നെ ആരുടെയായിരുന്നു? ടെസ്സയുടെ വീട്ടിലുണ്ട്, പിന്നെ അനിഹയുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ. അപ്പൊ UPS ഇല്ലേ? UPS എന്തിനാ ഉപയോഗിക്കുന്നേ പറയാവോ? ടെസ്സക്കുട്ടിക്ക് അറിയാവോ? ടെസ്സ, ജുവലിന് അറിയാവോ?
അനിക്കൊക്കെ അറിയാം. പറഞ്ഞോ. അനിക കൈ വെക്കുന്നുണ്ട്. പറഞ്ഞോ മുത്തേ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. Please unmute Aniha and then you have to say. Please tell her. Aniha, I didn't hear what you said. CPU box ന്റെ ബട്ടൺ ഓൺ ആക്കോ. അല്ല, എന്റെ ചോദ്യം അതല്ല. UPS എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചത്. UPS ഇല്ലേ വീട്ടിലെ കമ്പ്യൂട്ടറിന്? ഉണ്ടോ? അതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം? പ്രിന്റ് ചെയ്യാനാ? അതേ ഗെയിം കളിക്കാനാ? കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആണോ? അല്ല, കംപ്ലൈന്റ് ആകുന്നതിന് മുമ്പ് UPS ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ. ഇവിടെ ജുവൽ മരിയ. ജുവലിന് കമ്പ്യൂട്ടർ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ജുവല് UPS ഉണ്ടോ വീട്ടിലെ കമ്പ്യൂട്ടറിന്? ടെസ മരിയ? ജുവലിന് ലാപ്പ് ആണല്ലോ അല്ലേ? ടെസ മരിയ, ഡു യു ഹാവ് UPS? ആർക്കും വേണ്ട. ടെസക്കുട്ടി, വീട്ടില് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണോ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആണോ ഉള്ളത്? ഓ, ലാപ്ടോപ്പ് ആണോ? ഓക്കെ, ശരി. ഓക്കെ, മ്യൂട്ട് യുവർ സെൽഫ്. ലാപ്ടോപ്പിനാണ് പിന്നെ UPS ആവശ്യമില്ല. നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് നമ്മൾ UPS ഉപയോഗിക്കുന്നത്. കാരണം ലാപ്ടോപ്പിൽ നമുക്ക് ഓൾറെഡി പവർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇന്ന് ചാർജ് ചെയ്തിട്ട് ഇന്ന് നാളെ നാട്ടുകഴിഞ്ഞൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ യൂസ് പോലെ ഇരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ബട്ട് ഫോർ ഡെസ്ക്ടോപ്പ് അങ്ങനെയല്ല. ഡെസ്ക്ടോപ്പ് വി ഹാവ് ടു സ്റ്റോർ ദ ചാർജ് ഇൻ UPS. UPS എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, പവർ സപ്ലൈക്ക് വേണ്ടി ബാറ്ററി പോലുള്ള ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് UPS. അപ്പൊ ഈ UPSന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് പെട്ടെന്ന് പോയെന്നാല് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വിൽ ബി ഓഫ്, സ്വിച്ച് ഓഫ്. If the power is lost or current power is gone, lost or failed, what will happen? Our computer suddenly will shut down. So what will happen? The data that we have typed and which have not yet saved will be lost. അതായത് കമ്പ്യൂട്ടർ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UPS ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആയി പോകും. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തതെല്ലാം നഷ്ടപ്പെടും. സേവ് ചെയ്യാത്തത് എല്ലാ ഡാറ്റകളും ഇതിനകത്തുനിന്ന് പോകും, പിന്നെ കിട്ടത്തില്ല. അപ്പൊ പിന്നെ ആദ്യമേ കറണ്ട് വന്നു കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നമുക്ക് UPS ഉണ്ടെങ്കിൽ അതിൽ ചാർജ് നിൽക്കും. ഒരുപാട് സമയത്തേക്കല്ല, കുറച്ച് സമയത്തിന് ചാർജ് നിൽക്കും. അപ്പൊ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണോ ടൈപ്പ് ചെയ്തത് അല്ലെങ്കിൽ എന്താണോ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള സമയം കിട്ടും. അതിന് ശേഷമേ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവുകയുള്ളൂ. സോ UPS ഈസ് യൂസ്ഡ് ടു സേവ് ചാർജ്. നമ്മൾ ഫസ്റ്റ് പ്ലഗിൽ കുത്തുന്നു, അതിന് ശേഷം ഓൺ ആക്കുന്നു, പിന്നെ നമ്മുടെ UPS ഓൺ ആക്കുന്നു. അപ്പൊ UPSൽ ഓൾറെഡി കുറച്ച് ചാർജ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ UPS ഓൺ ചെയ്യുന്നു. സ്വിച്ച് on the main power, then switch on the UPS. So switching on the computer is called booting. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴേ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലെല്ലാം കാണുമൊന്നുമില്ല, അത് ഇച്ചിരി സമയം എടുക്കും. I hope all of you have a television at home, TV. Do you have a TV at home? Okay. When you switch on the TV, as soon as you switch on the TV, will there be anything on the screen? TV സ്വിച്ച് ഇടുന്ന പാടെ TV കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. It will take at least 1 minute to be seen anything on the screen, isn't it? So even if you switch on the TV, it will take at least 1 minute to be seen anything on the screen. നമ്മൾ സ്ക്രീനിൽ എന്തെങ്കിലും കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം എടുക്കും, അല്ലേ? ഓക്കെ, ആ ഒരു കാര്യത്തിനാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് സെറ്റായി വരണം ടിവിയുടെ സ്ക്രീനിലേക്ക് നമുക്ക് കാണാൻ പാകത്തിന്. Like the same way in computer also, as we switch on the computer, soon we cannot see anything. പെട്ടെന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല. It will take at least 1 minute
1 മിനിറ്റോളം സമയം എടുക്കും അതൊന്ന് എല്ലാം ഒന്ന് ആയി വരണമെങ്കിൽ. സോ സ്വിച്ചിങ് ഓൺ ദ കമ്പ്യൂട്ടർ ഈസ് നോൺ എസ് ബൂട്ടിംഗ്. What is booting? Booting means switching on the computer. All of you say please, switching on the computer. Say. നിങ്ങൾ ഇരിക്കുന്നോടത്തുനിന്ന് പറഞ്ഞാൽ മതി. മിസ് ക്യാൻ സി യുവർ ഫേസ് ആക്ഷൻ. ഓക്കെ, പറഞ്ഞു, ഇരിക്കുന്നോടത്തുനിന്ന് പറഞ്ഞു. സ്വിച്ചിങ് ഓൺ ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ബൂട്ടിംഗ്. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്യുന്നതിനെയാണ്, സ്വിച്ചിങ് ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. So we have to follow these steps to switch on the computer properly. Computer ശരിക്കും നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ ഈ പറയുന്നത്, ഫസ്റ്റ് we have to switch on the main power, അതായത് പ്ലഗിൽ കുത്തുക. സെക്കൻഡ്, switch on the UPS. സോ മിസ് പറഞ്ഞു എന്താണ് UPS എന്ന് പറഞ്ഞു തന്നു അല്ലേ? കമ്പ്യൂട്ടറിലേക്ക് പവർ പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് UPS. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് സ്വിച്ച് ഓൺ ദി CPU. മൂന്നാമത്തതാണ് CPU. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPU? സിപിയുവിന്റെ ഫുൾ ഫോം എന്താണ്? ആർക്കറിയാം? ആർക്കറിയാം? പേജ് നമ്പർ 37 ആണ്. ആർക്കറിയാവുന്ന? മിനിഹാജ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ ദ ഫുൾ ഫോം ഓഫ് CPU. Central Processing Unit. Very good. Central Processing Unit. That is also known as the. Okay. So CPU is known as the dash of computer. Computer എന്താണെന്ന് അറിയപ്പെടുന്ന CPU? Brain. CPU is known as the brain of the computer. Okay. So third step is to switch on the CPU. പിന്നെ നമ്മൾ UPS ഓൺ ആക്കി കഴിഞ്ഞാൽ CPU ഓൺ ആക്കണം. അതിനുശേഷം switch on the monitor. പിന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിന്റെ ഒരു സ്വിച്ച് ഉണ്ട്, അതും കൂടെ ഓൺ ചെയ്യണം. ഓക്കെ, ഈ ഫർഹ ഫാത്തിമ, ഫർഹ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് അല്ല അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതെല്ലാം ഇവിടെ കേൾപ്പിക്കുന്നേ? ഫോണിൽ പണിതുകൊണ്ടിരിക്കും ക്ലാസ്സിന്റെ ഇടയ്ക്ക് അല്ലേ? ഫർഹയല്ല, സോറി, ഫാത്തിമ മെഹറിൻ ആണേ, ആള് മാറിപ്പോയതാ, സോറി. ഫാത്തിമ മെഹറിന്റെ സൗണ്ട് ആണ്. അവിടെ 2-3 കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ സംസാരമാണ് വന്നത്. സോറി ഫർഹയല്ല കേട്ടോ. ഫർഹ പേടിച്ചു പോയാ? Okay. So what are the 4 steps to switch on the computer? First one is to switch on the main power. പറഞ്ഞേ, switch on the main power. Second one is step is switch on the UPS. രണ്ടാമത്തത് UPS ഓൺ ആക്കാൻ. തേർഡ് വൺ ഈസ് സ്വിച്ച് ഓൺ ദി CPU. മൂന്നാമത്തത് CPU ഓൺ ആക്കാൻ. നാലാമത്തെ നമ്മുടെ മോണിറ്റർ ഓൺ ആക്കാൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സ്വിച്ച് ഓൺ ദി പവർ, കറണ്ട് കിട്ടാനുള്ള സ്വിച്ച് നമ്മൾ ഓൺ ആക്കുക. സെക്കൻഡ് വൺ UPS, തേർഡ് വൺ ഈസ് CPU ആൻഡ് ഫോർത്ത് വൺ ഈസ് മോണിറ്റർ. ഇത്രയും സംഭവങ്ങൾ ഓൺ ആക്കുന്നതാണ് അതിന്റെ കറക്റ്റ് സ്റ്റെപ്പ്. The screen that appears on the monitor is called desktop. അപ്പൊ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് നിങ്ങളുടെ ഇതിൽ നോക്കിക്കേ, പുസ്തകം എടുത്തിട്ട് നോക്കിക്കേ, ഇവിടെ മോണിറ്റർ തന്നിരിക്കുന്നത്. നമ്മൾ മോണിറ്റർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കാണും. മോണിറ്ററില് കമ്പ്യൂട്ടറിൽ എല്ലാം വന്നു കഴിയുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണും. So the screen that appears on the monitor is known as a desktop. അതിന് പറയുന്ന പേരെന്താണ്? ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത്. Okay. So here, if you have followed these steps to correct order, your monitor screen will look something like this. അപ്പൊ നമ്മുടെ സ്ക്രീനില് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പേജ് നമ്പർ 37 കളർ ചെയ്യാൻ തന്നിട്ടുണ്ട് അല്ലേ? Which of the following are required to start up a computer? Color the clouds. Write how many clouds you have colored. ഇതിൽ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? പവർ, CPU, ഹാൻഡില്, CFL ബൾബ്, UPS, മോണിറ്റർ. ഇത്രയും സംഭവങ്ങൾ പറഞ്ഞു. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ വേണ്ടിട്ട് ആവശ്യമുള്ളത്? ഫസ്റ്റ് വൺ പവർ, സെക്കൻഡ് വൺ CPU, ആൻഡ് തേർഡ് വൺ ഈസ് UPS, ആൻഡ് ഫോർത്ത് വൺ ഈസ് മോണിറ്റർ. നടുക്കുള്ള രണ്ടെണ്ണം ഹാൻഡിൽ ആൻഡ് CFL ബൾബ് ആവശ്യമില്ല. കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ വേണ്ടി ഹാൻഡിലും CFL ബൾബും ആവശ്യമാണോ?
ആവശ്യമില്ല. സോ യു ഹാവ് ടു കളർ ദിസ് ആഫ്റ്റർ ദ ക്ലാസ്. ഈ ക്ലാസ് ഇപ്പൊ തീരും. ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഇത് 4 കളർ ചെയ്യണം. ഏതൊക്കെ? പവർ, CPU, UPS ആൻഡ് മോണിറ്റർ. മനസ്സിലായോ? ഇപ്പൊ കളർ ചെയ്യാനല്ല മക്കളെ പറഞ്ഞത്, ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ, നടുക്കുള്ള 2 കളർ ചെയ്യണ്ട. ഇനി താഴെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഐ ഹാവ് കളർഡ് ഡാഷ് ക്ലൗഡ്സ്. എത്ര എണ്ണം നമുക്ക് കളർ ചെയ്യാനുണ്ട്? 6 are given there, but how many should be colored? Only 4. So you have to write 4 there. അവിടെ 4 എന്ന് എഴുതണം. 4 എണ്ണല്ലേ നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നതിന് ആവശ്യമുള്ളൂ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നില്ലേ? 4 എണ്ണാണ്. So you have to write there 4. You can write FOUR or number. ഏത് വേണമെങ്കിലും എഴുതാം. നമ്പർ ആയിട്ട് വേണമെങ്കിലും എഴുതാം, FOUR എഴുതാം. ഓക്കെ, അതിനെ കളർ ചെയ്തിട്ട് അടുത്ത ദിവസം കാണിക്കണം കേട്ടോ. നമുക്കിനി ഷട്ടിംഗ് ഡൗൺ ദ കമ്പ്യൂട്ടർ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം നമ്മുടെ ടൈം തീർന്നു, സമയം തീർന്നു മക്കളെ. ഓക്കെ ഓക്കെ, ബൈ ബൈ ദെൻ. എല്ലാരും നല്ല മക്കളായിട്ടിരിക്കണം. കുറുമ്പൊന്നും കാട്ടല്. ഇപ്പൊ വെയില് തെളിയാൻ തുടങ്ങി. വെയിലത്തൊന്നും പോയി കളിക്കരുത് കേട്ടോ. സ്വെറ്റിങ്സ് ഒക്കെ ഇറങ്ങി പനിയും ജലദോഷം ഒക്കെ വരും. ഓക്കെ, ബൈ ബൈ. Okay, bye. See you on Mother's Day. Love you. Bye bye. Thank you, Miss. Miss love you, children. Thank you, Miss. Thank you. Bye bye. Thank you. Bye bye.